ആയിഷ റളിയല്ലാഹു തആല വീട്ടിലിരിക്കുമ്പോ മസ്ജിദ് നബവിയുടെ മുൻഭാഗത്ത് നിന്ന് വലിയ ശബ്ദം കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മാഹാദിഹി ലജ്ജ, എന്താണ് ഈ ശബ്ദം കേട്ടത്? അടുത്ത് നിന്ന് ആരോ പറഞ്ഞുവത്രേ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം ഷാമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ കിട്ടിയ ലാഭത്തിന്റെ ദിർഹമുകൾ മസ്ജിദ് നബവിയുടെ മുറ്റത്ത് കൊണ്ടുപോയി തട്ടിയിട്ട ശബ്ദമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ മൂലധനമല്ല, ടിപ്പറിന്റെ മെറ്റിൽ തട്ടിയിടുന്നത് പോലെ ഒരു കച്ചവട സംഘത്തിന്റെ ലാഭം കൊണ്ടുവന്ന് തട്ടിയിടുന്ന ശബ്ദം കേട്ടപ്പോ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞുവത്രേ, വെറുതെയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞത്. ആരോ ഇബ്നു ഔഫിനോട് പറഞ്ഞു, ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വേവലാതിയോടെ വെപ്രാളത്തോടെ നേരെ അല്ലാഹുവിന്റെ ആയിഷ ബീവിയുടെ അടുക്കൽ വന്നു. പേടിയായി റസൂൽ എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം മോദിയില്ലവ തരാഹാദിഹില്ലായ في ركعة التراويح وكلهم آتيه يوم القيامة فردا. ഒറ്റയ്ക്ക് പടച്ചറപ്പിന്റെ മുമ്പിൽ എത്തി നിൽക്കുന്ന മഹ്ശറയെ കുറിച്ച് കേട്ടപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, ആയിഷ ബീവിയെ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനും എന്റെ സഹാബത്ത് സ്വർഗത്തിന്റെ വാതിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കണ്ടില്ല സ്വർഗത്തിന്റെ മുമ്പിൽ. എവിടെയെന്ന് നോക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹു തനിക്ക് നൽകിയ സമ്പത്തിന്റെ കണക്ക് കൊടുക്കുകയാണ്. മക്കയിലെ കോടീശ്വരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കണക്ക് കൊടുക്കുകയാണ്. കുറെ നേരം നിന്ന് കൊടുത്തു, തീർന്നില്ല. അല്ലാഹു പറഞ്ഞു ഇരുന്നോളാൻ പറഞ്ഞു. പിന്നെ ഇരുന്ന് കൊടുത്തിട്ട് കൊടുത്ത സമ്പത്തിന്റെ കണക്ക് തീർന്നിട്ടില്ല. അവസാനം ഓടിക്കതച്ചിട്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൂടെ വന്ന് ചേർന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം എന്നോട് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നതിൽ നിന്ന് എന്നെ വൈകിക്കുന്നത് ഈ സമ്പത്താണെങ്കിൽ ഇത് മുഴുവനും ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് സദഖ ചെയ്യുകയാണ്. ഈ സമ്പത്ത് കാരണത്താൽ എനിക്ക് നാളെ സ്വർഗത്തിലെത്തുന്നത് വൈകാൻ കഴിയില്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് പറഞ്ഞിട്ട് മുഴുവനും സദഖ ചെയ്തു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അതുകണ്ട് സഹോദരങ്ങളെ, പാവപ്പെട്ടവന് ഹിസാബ് കുറവാണ്, അവൻ 500 വർഷം മുമ്പേ സ്വർഗത്തിലെത്തിച്ചേരും. അതുകൊണ്ട് സമ്പന്നൻ എന്ത് ചെയ്യണം? അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവങ്ങൾക്ക് സദഖ ചെയ്യണേ. ഔഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. നിങ്ങളുടെ കച്ചവടം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്തൊരു ദിവസം വരും. ആ ദിവസമാണ് കച്ചവടമോ ശുപാർശയോ പ്രയോജനം ചെയ്യാത്തൊരു ദിവസമുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ സദഖ ചെയ്യണം. നമ്മൾ എന്താണ് സദഖ? നമ്മുടെ സദഖ എന്താണെന്നറിയോ? നമ്മൾ ഇട്ടിട്ട് മുഷിഞ്ഞ സാധനം, നമ്മൾ ഇട്ടിട്ട് മുഷിഞ്ഞ ഷർട്ട് ഇനിയിപ്പോ കേറൂല്ല, ചെറുതായി പോയി. അമ്മാതിരി തീറ്റയല്ല ഇവിടെ തീറ്റ. നമ്മുടെ ഇഫ്താറിന് പോയ എന്തുമാതിരി നടക്ക. അങ്ങനെ കഴിച്ച് ശരീരം ആയി തടിച്ചപ്പോ പിന്നെ ഷർട്ട് പാകാവൂല, ഇട്ട ഷർട്ടൂരി കൊടുത്തു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ഇട്ടിട്ട് ഇല്ലാത്തത് കൊടുത്തു. പാവപ്പെട്ടവൻ ഗതികേട് കൊണ്ട് വാങ്ങിച്ചു. ഇതല്ല സദഖ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? ഞാൻ ആയത്ത് പറഞ്ഞത് ഞങ്ങളോട്, സദഖ ചെയ്യുന്നതിനൊരു മാന്യതയുണ്ട്. എന്താ മാന്യത? യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും വമിമ്മാ ഖറജ്നാ ലക്കും മിനൽ അർദ് വലാ തയമ്മമുൽ ഖബീഥ മിൻഹു തുൻഫിഖൂന വലസ്തും ബിആഖിരീഹി ഇല്ലാ അൻ തുഗ്മിദൂ ഫീഹി. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ,
നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയ വിഭവത്തിൽ നിന്ന് നിങ്ങൾ സദഖ ചെയ്യുക. എന്താണ് സദഖ ചെയ്യേണ്ടത്? വലാ തയമ്മമു ഖബീഥ മിൻഹു തുൻഫിഖൂന. നിങ്ങൾ മോശപ്പെട്ട സാധനം മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. മോശപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ സാധനം നിങ്ങളിപ്പോ ഒരു പാവപ്പെട്ടവന് ഇട്ടിട്ട് മുഷിഞ്ഞൊരു ഷർട്ട് കൊടുത്തു, അങ്ങനെ ഒരു സാധനം വേറൊരാള് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ മുഖം കൊണ്ട് വെറുപ്പ് കാണിച്ചിട്ടല്ലാതെ നിങ്ങളത് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ, ഇതേപോലെ സാധനം ഗതികളിൽ നമുക്കൊരാൾ തന്നു, അത് വാങ്ങിച്ചപ്പോ നമ്മൾ ആ സാധനം ഇപ്പൊ എങ്ങനെ വാങ്ങിക്കുക, ഇപ്പൊ തിരിച്ചു കൊടുത്ത അവൻ എന്ത് കരുതും എന്ന് കരുതിയിട്ട് നിങ്ങൾക്കാണത് കിട്ടിയതെങ്കിൽ നിങ്ങൾ മുഖം ചുളിച്ചിട്ടേ വാങ്ങൂ. അങ്ങനത്തെ സാധനം നിങ്ങൾ മുഖം ചുളിച്ചിട്ട് വാങ്ങുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് നിങ്ങൾ കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ഏറ്റവും നല്ലതിന് കൊടുത്താൽ, മനുഷ്യന്മാരെ കൊടുത്താൽ ഏറ്റവും നല്ലതിനെ കൊടുക്കണം. إقرار الضيف في بيوتنا ونبه القرآن على ذلك. هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه وقالوا سلاما قال سلام فما لبث أن جاء بعجل حنيذ. وفي ثاني الآية فجاء بعجل سمين. അതിന് വീട്ടിൽ വന്നപ്പോ ഏറ്റവും തടിച്ചു കൊടുത്ത പശുവിനെ കൊടുത്തു. ഏറ്റവും നല്ലതിന് തയ്യിബാൻ, ഏറ്റവും നല്ലത് ജയ്യിലാൻ, ഏറ്റവും നല്ലത് അത് വേണം അതിലേക്ക് കൊടുക്കാൻ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഉള്ളതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സദഖ ചെയ്യുമ്പോൾ ഉള്ളതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ വേണം കൊടുക്കാൻ. നമുക്ക് വേണ്ടാത്തതല്ല ആവശ്യക്കാരന് കൊടുക്കേണ്ടത്. ഒന്ന്, പറഞ്ഞത് തന്നെ പറയേണ്ടത് ഒരു 20 മിനിറ്റ് ആകുള്ളൂ. അത് ബസ്സയ്ക്കും ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില ചിട്ടകളും മര്യാദകളും ഒക്കെ നമ്മൾ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 2 ഷർട്ട് എടുക്കുമ്പോൾ ഇല്ലാത്ത വിളിച്ചിട്ട് പുതിയ വില കുറഞ്ഞതാണെങ്കിലും വേണ്ടില്ല, പുതിയ എടുക്കും. അവന് വലിയ സന്തോഷമാണ്. മറ്റേത് ഞാനൊരൊത്തത്തിൽ പറയാറുണ്ട്, റിലീഫൊക്കെ നടത്തിയിട്ട് അത് വാങ്ങിക്കാൻ വരുന്നവരുടെ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിൽ ഇടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ആ വാങ്ങിക്കാൻ വരുന്നവന്റെ അഭിമാനത്തെയാണ് നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ, അവന്റെ നിസ്സഹായത, അവന്റെ അഭിമാനം. ആ അരി കൊടുക്കുന്ന 10 കിലോ അരി കൈനീട്ടി വാങ്ങുമ്പോൾ ആ കൈനീട്ടി വാങ്ങുന്നവന്റെ ഫോട്ടോ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ വലിയവരാകലല്ല, അത് വാങ്ങിക്കുന്ന പാവപ്പെട്ടവന്റെ നിസ്സഹായതയും അവന്റെ അഭിമാനത്തിന്റെ പോറലുമാണ്. ബോധമില്ല, വിവരമുണ്ട്, ബോധമില്ല. വിവരം വേറെ, ബോധം വേറെ. അള്ളാഹു ആ വലിയ ബോധം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ചെയ്യുമ്പോൾ സദഖ തയ്യിബാത്തിൽ നിന്ന് നല്ലതിനെ ചെയ്യുക. രണ്ട് സദഖ ചെയ്താൽ എന്ത് പ്രതിഫലം കിട്ടും? നമ്മളിപ്പോ ഉള്ളത് നമ്മൾ വേറെ കൊടുത്താൽ ആ പ്രതിഫലം കിട്ടുക? നമ്മളുള്ളതിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചുകൊണ്ട് വന്ന വേർപ്പിലക്കിയതിൽ നിന്ന് 1 ദീനാർ നമ്മൾ വേറാക്ക് കൊടുത്തു. എന്താ നമ്മുടെ പ്രതിഫലം? നമ്മളെ കട്ടപ്പെട്ടത് വേറൊരു പാവപ്പെട്ടവർ കൊടുത്തല്ലോ പ്രതിഫലം വേണ്ടേ? എന്താ പ്രതിഫലം? സമ്പത്ത് വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ദുനിയാവിലാണ് നോട്ടം. സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് തരും. അതിനേക്കാൾ വലിയ പ്രതിഫലം വയുതൈമൂന തഅമല ഹബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. വയുതൈമൂന തഅമല ഹബ്ബിഹി, നിനക്ക് വയറ് വശക്കുന്നതോടുകൂടെ തന്നെ മിസ്കീനും വയതീമാ, അഗതികൾക്കും അനാഥകൾക്കും നീ ഭക്ഷണം കൊടുത്താൽ, ആരെ സഹായിക്കാനില്ലാത്തവർക്ക് നീ ഭക്ഷണം കൊടുത്താൽ, എന്തിനു വേണ്ടിയാണ് നീ ഭക്ഷണം കൊടുത്തത്? അത് ലോകത്തിന്റെ മുമ്പിൽ പറയാനല്ല. ഇന്നമാ നുതൈമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഞങ്ങളിത് ചെയ്തത് പടച്ചറപ്പിന്റെ തൗഫീഖിനും റിളാക്കും വേണ്ടിയാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. നിങ്ങളിൽ നിന്ന് നന്ദിയോ കൃതജ്ഞതയോ പരസ്യമോ ആഗ്രഹിച്ചിട്ടല്ല, പടച്ചറപ്പിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നാം ഇത് ചെയ്തതെങ്കിൽ അതിനുള്ള പ്രതിഫലം ഏതെന്നറിയോ? ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗമി വലഖാഹും നദറതും
വെക്കുമ്പോ ആ പരലോകത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരുമത്രേ. എത്ര വലിയ പ്രതിഫലമാണ്! പരലോകത്തിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും. അന്നത്തെ ദിവസത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നമുക്ക് മാറ്റിത്തരും. പടച്ചറപ്പിനെ സന്തോഷത്തോടെ പോയി നമുക്ക് കാണാൻ കഴിയും. اللهم اجعلنا منهم اللهم اجعلنا منهم ولقاهم نظرة وسرورا. പടച്ചറപ്പിനെ പോയിട്ട് നമുക്ക് സന്തോഷത്തോടെ കാണാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ് ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക യൗമ ഹദീദ് വഖാല ഖരീനുഹു അലാ മാ ലദയ്യ അതീദ്. നരകത്തിന്റെ മുമ്പില് രണ്ടുപേരും പിടിച്ചു വലിച്ചിട്ട് നരകത്തിന്റെ തീയിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോ ലോകത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം ജഹന്നം എന്ന നരകമാണ്. ലൗകാനൂ യഫ്ഖഹൂൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം അത് ജഹന്നമാണ്. ആ ജഹന്നത്തിന്റെ ലൗകാനൂ യഫ്ഖഹൂൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ ജഹന്നമെന്ന നരകത്തിലേക്ക് നിന്നെ മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകുമ്പോ ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സ്വല്ലൂ സുമ്മ ഫീ സിൽസിലത്തിൻ ദറൂഹാ 70 ദിറാഉ ഫസ്ലുകൂ. മലക്കുകളെ പിടിച്ചിട്ട് നരകത്തിലോട്ട് വലിച്ചെറിയുമ്പോ ഭയാനകരമായ നരകത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോ വജീഅ യൗമഇദിൻ ബിജഹന്നം യൗമഇദി യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. നരകം ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആ സമയത്ത് പാവങ്ങളെ സഹായിച്ചവർ, പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവർ, ജീവിതത്തിലെ സദക്ക നിർബന്ധമാക്കിയവർ, അള്ളാഹു അന്നത്തെ ദിവസത്തെ പ്രയാസത്തിൽ നിന്ന് പടച്ചറപ്പ് നമ്മളെ കാത്തുരക്ഷിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പരമാവധി നന്മ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിന് ഇസ്രാഫ് കാണിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ. ഇസ്രാഫ് കാണിക്കുന്നവർ അവർ ശൈത്താന്റെ സഹോദരങ്ങളാണ്. ശൈത്താനോ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ശൈത്താൻ ലിറബ്ബിഹി കഫൂറാ. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. ഇൻകാന ഇൻസാൻ ഇഖ്വാന ശയാതീൻ വകാന ഇൻസാനു ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അതുകൊണ്ട് സഹോദരങ്ങളെ വലാ തഅകുലുഹാ ഇസ്റാഫൻ വബിദാറൻ യക്ബറൂ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിനെ ധൂർത്തിന്റെ രീതിയിൽ നിങ്ങൾ കളയാൻ പാടില്ല. നമ്മൾ കഴിച്ചിട്ട് വേസ്റ്റ് ആയിട്ട് വെളിയിൽ കഴിയുന്ന ഭക്ഷണം മതി അയൽവക്കത്ത് ഒരുത്തന്റെ ഒരു നേരത്തെ വയറ് നിറയാൻ. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് ജീവിതത്തിൽ ഇത് പകർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ. ഇവിടെ 20 മിനിറ്റേ ഉള്ളൂ. 20 മിനിറ്റിന്റെ ഉള്ളിൽ എല്ലാം അവസാനിപ്പിക്കണം. 23-ാം തീയതി നാഷണൽ തിയേറ്ററിൽ നമ്മുടെ പരിപാടിയുടെ സമാപനം പ്രസംഗം ഇൻഷാ അല്ലാഹ് നടക്കും. 2 മണിക്കൂറോളം നമുക്ക് വിശാലമായി സംസാരിക്കാനുള്ള സമയവും സൗകര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനരായ വ്യക്തിത്വങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ റമദാൻ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമാപനമാണ്. അവിടെ റമദാനും പരലോകവും എന്ന വിഷയം ഇൻഷാ അല്ലാഹ് 23-ാം തീയതി നാഷണൽ തിയേറ്ററിൽ എല്ലാവരും അവിടെ എത്തുക. പരമാവധി എല്ലാവരെയും എത്തിക്കുക. എല്ലാവരോടും ഈ മെസ്സേജ് കൈമാറുക. കാരണം പള്ളിയിലൊക്കെ 20 മിനിറ്റേ ഉള്ളൂ. അവിടെ ഒരു വിഷയം നമുക്ക് പറയാനും കാര്യമായിട്ട് റമദാനിലൊന്ന് നമുക്ക് ദുആ ചെയ്യാനും ഒന്നിച്ചിരുന്നു എന്നൊരു ദുആയുടെ സദസ്സ് കൂടിയുണ്ട്. എല്ലാവരും അവിടെ നേരത്തെ എത്തുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബനാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ
رددت ولا دينا إلا أديت ولا مرضا إلا عافيت يا حي يا قيوم برحمتك نستغيث ومن عذابك نستجير ولا تكلنا إلى أنفسنا طرفة عين اللهم احفظنا فإنك خير الحافظين اللهم ارزقنا فإنك خير الرازقين اللهم ارحمنا فإنك خير الراحمين اللهم افتح لنا فإنك خير الفاتحين حسبنا الله لدنيانا حسبنا الله لأخرانا حسبنا الله في أهمنا حسبنا الله ونعم الوكيل نعم المولى ونعم النصير غفرانك ربنا وإليك المصير اللهم إنا نسألك فواتح الخير وجوامع الخير وكوامل الخير ربنا رحم آباءنا وأمهاتنا كما ربونا صغارا آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസിയത്തോടുകൂടി അഖൂഖു ബിൽ ഇസ്ലാം അഹ്മദ് കബീർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു